Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ കൺമണി പോലൊരു മാലാഖ എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിൻ എന്നൊരു മാലാഖ. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. La 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 साथी है सराफिन सुंदर है उनके आगे चलते चलते हमके साथ सहारा देता है सदा. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. Serafin, 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 Serafin. എവിടെ കൊണ്ടുവച്ചേക്ക് തിരികെല്ലാം കൊണ്ടുവരുത്തി ഞാൻ ചവിട്ടി പൊളിച്ചു വെച്ചു സ്വാതന്ത്ര്യം എനിക്കറിയില്ല കൊണ്ടുപോയി പഠിച്ചോ എൻ്റെ പത്താഴ്ച ഒന്നിടയ്ക്ക് പക്ഷേ എന്റെ കർത്താവേ, ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയല്ലോ കുടി. ഞാൻ കുടിക്കും എന്റെ സൗകര്യം ചവിട്ടിട്ട് പുറത്തെ പൊട്ടിച്ച് വെച്ചു പിള്ളേർക്ക് കളിക്കുന്നുണ്ടോ ജോളി, ആ മത്തായിച്ചൻ രാവിലെ തുടങ്ങി. ആ ചേട്ടത്തിയുടെ ഒരു കാര്യം, മത്തായിച്ചൻ രാവിലെ തുടങ്ങും കള്ളുകുടി, പിന്നെ ആ ചേട്ടത്തിക്ക് ഇടിയും. ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു മാറ്റാനെങ്കിലും ഒരാളുണ്ടായേനെ. മക്കളുണ്ടായിട്ട് എന്താ കാര്യം? മൂക്കറ്റം കുടിക്കുന്നവർ ആരെങ്കിലും മക്കളെ കുറിച്ച് ഓർക്കാറുണ്ടോ? അതെ, ഇതൊരു രോഗം തന്നെയാ. വാടാ വാ.
മത്തായിച്ചൻ രാവിലെ തന്നെ ഫ്ലാറ്റ് ആയിന്നാ തോന്നുന്നേ. എടാ, മത്തായിച്ചൻ ചിലപ്പോ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. ഇല്ലടാ, കേറി വാ, കമോൺ. അയ്യോ, ആരുടെ മാവിന്റെ മുകളിലേക്ക് ഇവിടെ? എടാ മത്തായിച്ചൻ, ഓടിക്കോ. യെസ്, കം ഇൻ. എന്തു പറ്റി പക്രു? കാലിന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. അത് പിന്നെ ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്തതാ. എന്നിട്ടിപ്പോ എത്ര ഉയരത്തിൽ വരെ ചാടും? അത് മത്തായിച്ചന്റെ മതിലിന്റെ ഹൈറ്റ് ഈസിയാ. എന്ത്? മത്തായിച്ചന്റെ മതിലോ? കുറച്ചും കൂടി ഉയരത്തിൽ ചാടാൻ പരിശീലിച്ചതാ. ഏകദേശം ഒരു മാവിന്റെ ഉയരത്തിൽ. മാവിന്റെ ഉയരത്തിലോ? മാവിന്റെ ചോട്ടിലാ പ്രാക്ടീസ് എന്ന് പറഞ്ഞതാ മിസ്. അയ്യോ, നിങ്ങൾക്ക് ഇത് എന്ത് തോന്നിയിട്ടാണ് അതിന്റെ മുകളിൽ കയറി ഇരിക്കണത്? ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങ്. അയ്യോ അയ്യോ അയ്യോ, കൊമ്പിന്റെ മുകളിൽ ചവിട്ടല്ലേ, താഴെ വീഴു, ഓടിയോ. നാട്ടുകാരെ ഒന്ന് എങ്ങനെയെങ്കിലും പോയി എന്റെ ചായനൊന്ന് രക്ഷിക്ക്. മത്തായിച്ച ഞങ്ങൾ കുടിക്കോ കിടക്കോ വലിക്കോ എന്ത് വേണേ ചായക്കോളി. കർത്താവിനെ വിചാരിച്ച് നിങ്ങൾ ഒന്ന് മെല്ലെ മെല്ലെ താഴോട്ടിറങ്ങ്. മടുത്തു, മത്തായിച്ചിന് ജീവിതം തന്നെ മടുത്തു. ഇനി മത്തായിച്ച മരത്തിന്റെ പുറത്ത് താഴ്ത്തി ചാട്ടി മരിക്കാൻ പോവുക. എന്റെ ബൗദ്ധത്തോടെല്ലാം എല്ലാം അവസാനിപ്പിക്കാൻ പോവുക, മനസ്സിലായില്ലേ? മത്തായിച്ച എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടോ? ഇറങ്ങി താഴോട്ട്, ഇറങ്ങടോ. ഇറങ്ങണ്ടോ താഴോട്ട്? ഞാൻ പറയുന്നേ മത്തായിച്ചോ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൂടെ? എന്തോന്നാ? ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൂടേന്ന്. ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവാം, പിടിവിടാം. മൂപ്പരിക്കിപ്പത്തെ എന്താ പറ്റി? എല്ലാം കൂടി ഓടയിലിട്ട് വലിച്ചാ ജയിച്ചല്ലോ. പിന്നെ കപ്പിയും കയറിയായിട്ട് കിണറ്റിന്ന് എടുത്തോണ്ടോന്ന് കിടത്തിയത്. ഓ, മൂപ്പരൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായതാ. ചേടത്തിയേ, അളിയന് തന്നെ പറ്റിയത്. എന്നാ കാണിച്ച അളിയത്? എന്നാ കിടപ്പ അളിയത്? വല്ലതും കുടിക്കാനോ കഴിക്കാനോ പറ്റുമോ? കഴിക്കാൻ പറ്റത്തില്ല അളിയോ, വേണേ കുടിക്കാം. വല്ലതുണ്ടോടാ കൈ? ആളിയം പേടിക്കാതെ, അതൊക്കെ ഈ പാപ്പച്ചൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ലേ, എനിക്കറിയത്തില്ലടാ. കിടപ്പായി പോയാ ഒരു തുള്ളി വെള്ളം തരാ നീയേ ഉണ്ടാവത്തുള്ളൂ. ചായ. ചായ എനിക്ക് വേണ്ട. നീ എന്നെ ചായ കുടിപ്പിക്കണ്ട. വേണ്ട. പെങ്ങള് ശ്രദ്ധിക്കാത്തോണ്ട് അളിയൻ ഇങ്ങനെ ആയിപ്പോയത്. കർത്താവിനെ നിരക്കാത്തത് പറയരുത് പാപ്പച്ച.
ഇത് ഞാൻ രാവിലെ തന്നെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടല്ല. ഓ, എന്നിട്ട് മൂക്കറ്റം കുടിച്ചോണ്ടാ വരിക. വീട്ടിലെടുക്കാനായിട്ട് ഒരു സാധനവും ഇല്ല. എല്ലാം ഇത് ഞാൻ മുടിപ്പിച്ചു. എനിക്ക് മനസ്സിലാവാത്തത് ഇതാ, കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ ഇത് ഞാൻ എങ്ങനെയാ ഇങ്ങനെ കുടിക്കാൻ കിട്ടുന്നതെന്നാ. അതാ ഞാനും ആലോചിക്കുന്നത്, ഇത് എവിടുന്ന് കിട്ടുന്ന അളിയ. തരണേ. എനിക്ക് വേറെ ആരുമില്ല. ഒരുപാട് കാലമായി ഞാൻ സഹിക്കുന്നു. എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി തരണേ. ആ ചേട്ടത്തി അവിടെ നിൽക്ക്. എങ്ങനെയുണ്ട് മത്തായച്ചന്? കാലിനൊരു ഒടിവുണ്ടച്ചോ. ചേട്ടത്തി വിഷമിക്കണ്ട, കൂടുതലൊന്നും വന്നില്ലല്ലോ. കാലൊടിഞ്ഞു കിടക്കുമ്പോഴും കുടിക്ക് ഒരു മുട്ടുമില്ല. എവിടുന്നാ കിട്ടുന്നതെന്ന് ഒരറിവുമില്ല അച്ചോ. മദ്യം സാത്താന്റെ സന്തതിയാ. അത് മനുഷ്യരിൽ കയറിക്കൂടിയാ പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോവില്ല. ആ മത്തായച്ചൻ ഏതായാലും അവിടെ അഡ്മിറ്റല്ലേ. അവിടെ ഒരു ഡോക്ടർ ജേക്കബ് ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താ. മദ്യത്തിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന ഡോക്ടറാ. മത്തായച്ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വന്ന് മത്തായച്ചനെ നോക്കിക്കോളൂ. ഞാൻ കാണിക്കാം അച്ചോ. എല്ലാം നേരെയാവും ചേട്ടത്തി. കർത്താവ് എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. ചേട്ടത്തി, മത്തായച്ചൻ എങ്ങനെയുണ്ട്? കാലൊടിഞ്ഞു കിടക്കുന്നോണ്ട് കള്ളു കുടിക്കാനൊന്നും പോകാറില്ലായിരിക്കും ഏടത്തി? ഇപ്പൊ കൂടുതലാ മക്കളെ. എങ്ങനെ? കാലുപൊട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോഴും കുടി കൂടുതലാണെന്നോ? എനിക്കറിയില്ല മക്കളെ. ചേട്ടത്തി വിഷമിക്കേണ്ട, ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും. ജോളി, നമുക്ക് സെറാഫിനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ? കാര്യങ്ങൾ ആകെ വഷളായിക്കൊണ്ടിരിക്കുക. ശരിയാ ജോബി, നമുക്ക് സെറാഫിനെ വിളിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹായ് കൂട്ടുകാരെ. ഇനി വൈകിയാൽ ആപത്താ. മത്തായച്ചൻ കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുക. എന്നിട്ടും കള്ളുകുടിക്ക് ഒരു കുറവുമില്ല. എവിടുന്നാ കിട്ടുന്നേന്ന് ഒരു പിടുത്തവുമില്ല. എല്ലാം എനിക്കറിയാം. ഉള്ളൊരുകി പ്രാർത്ഥിച്ച മറിയ ചേട്ടത്തിയുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരുന്നു. നമുക്കൊരു ചെറിയ തമാശ ഒപ്പിച്ചാലോ? തമാശയോ? ആ മത്തായിച്ചന് എവിടുന്നാ മദ്യം കിട്ടുന്നേന്ന് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെ? ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ എന്റെ ചിറകിൽ കയറിക്കോളൂ. ഇപ്പൊ മനസ്സിലായോ മത്തായിച്ചൻ എവിടുന്നാ മദ്യം കിട്ടുന്നതെന്ന്? എടാ പാപ്പച്ച, ഇത് എത്ര അടിച്ചിട്ട് അങ്ങോട്ട് ഏക്കുന്നില്ലല്ലോ. നീ എന്തുവാടാ നീ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ആണോ? അങ്ങനെയുണ്ടോ അളി? ഇത് ഒറിജിനൽ സാധനമാണെന്ന്. അതെന്തോ അങ്ങനെ? മത്തായിച്ചനല്ലേ? ഓ ആണേ.
ഫാദർ ഡൊമിനിക് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. മത്തായിച്ചന് ജീവിതത്തിൽ ഇപ്പോൾ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഉണ്ട് സാർ. ആരോടാ? മക്കളോടാണോ? എനിക്ക് മക്കളില്ല സാർ. പിന്നെ ആരോടാ ഇഷ്ടം? ഇടയ്ക്ക് അലറച്ചില്ലറ വഴക്കൊക്കെ കൂടുമെങ്കിലും എനിക്ക് എൻ്റെ മറിയ മാത്രമേ ഉള്ളൂ സാർ. ഭാര്യയോട് ഇഷ്ടമുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ടാണോ എന്നും ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്? അത് മദ്യപിക്കുമ്പോഴാണ് ഡോക്ടറെ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിർത്തണമെന്ന് ഒരുപാട് തീരുമാനിച്ചാ ഡോക്ടറെ, പക്ഷേ അത് കഴിയുന്നില്ല. മത്തായിച്ചൻ അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഞാൻ സഹായിക്കാം. കാല് സുഖമാവുന്നതോടെ ഒരു പുതിയ മനുഷ്യനായി മത്തായിച്ചന് വീട്ടിൽ പോവാം. റോക്കി ചേട്ടോ, ഇതൊക്കെ പൊട്ടുവോ അതോ ചീറ്റി പോവോ? ഓയ്ക്കടാവത്. പക്രു, നീ എന്തായി കാണിക്കുന്നത്? ഹേ പക്രു, അത് കരിമരുന്നാ, അത് വെച്ച് കളിക്കരുത്. നിങ്ങൾ പോടെ. ഈ നാട്ടില് റോക്കി മാത്രം പടക്കം പൊട്ടിച്ചാലേ പൊട്ടുള്ളൂ. ഇതാ മക്കളെ, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സൗണ്ട് ആയിരിക്കും. ചെവി വേണമെങ്കിൽ ചെവി പൊത്തിക്കോ. എടാ, നിന്നോട് എത്ര പറഞ്ഞതാ? ഇനിയും പറയാമോ? നീ ആ ജുബ്ബ ഇങ്ങെടുത്തേ. അതേ, പള്ളിപ്പെരുന്നാളിന് പ്രദക്ഷിണത്തിന് രൂപ കൂടെ എടുക്കാനുള്ളതാ. ഒന്ന് ചമഞ്ഞു പോവാം. വരുന്ന ചായ. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ പഴയ മത്തായിച്ചൻ എനിക്ക് തിരിച്ചു കിട്ടി. മദ്യം ഉപയോഗിക്കരുത്, അത് ആപത്താണ്.